ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിലെ SIT പരിശോധന പൂർത്തിയായി. ഇന്നലെ ഉച്ചയ്ക്ക് 12:15 തുടങ്ങിയ പരിശോധന 12 മണിക്കൂറിലേറെ നീണ്ടു. നിർണായക രേഖകൾ കിട്ടിയെന്നാണ് സൂചന. CK അഭിലാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കാൻ. അഭിലാൽ, ഗുഡ് മോർണിംഗ്. 12 മണിക്കൂർ നീണ്ട പരിശോധനയാണ് നടന്നത്. ഇതിൽ നിർണായക രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണല്ലോ നമുക്ക് ലഭ്യമാകുന്ന സൂചന. വിശദ വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ്. അറസ്റ്റിലായ പ്രതികളിൽ അവരുടെ വീടുകളിൽ നടന്ന ഏറ്റവും സുദീർഘമായ പരിശോധനയാണ് ഇന്നലെ ആറന്മുളയിൽ എ പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ടായത്. ഉച്ചയ്ക്ക് 12:15 കൂടി തിരുവനന്തപുരത്ത് നിന്നുള്ള SIT സംഘം ആറന്മുളയിലെ വീട്ടിലെത്തുകയായിരുന്നു. രാത്രി 12 മണിക്ക് ശേഷമാണ് ഏറെക്കുറെ 12 മണിക്കൂറിൽ ഏറെ നീണ്ട പരിശോധനയാണ് ഇന്നലെ ഉണ്ടായത്. ഈ പരിശോധനയിൽ നിർണായകമാകുന്ന ചില രേഖകൾ, അതോടൊപ്പം തന്നെ എ പത്മകുമാറിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം SIT ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പുതിയതായി ലഭ്യമായ വിവരങ്ങൾ, തെളിവുകൾ, രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള എ പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ കിട്ടണമെന്നുള്ള താല്പര്യം അറിയിച്ചുകൊണ്ട് അന്വേഷണ സംഘം തിങ്കളാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. ഒപ്പം തന്നെ ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസ് അടക്കമുള്ള ആളുകളെ അടുത്ത ദിവസങ്ങളിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കുകയും തുടർന്ന് അറസ്റ്റിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2019 മാർച്ച് 19 ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക യോഗത്തിലാണ് സ്വർണ്ണ പൂശിയ ചെമ്പ് പാളികൾ എന്നുള്ളത് തിരുത്തിക്കൊണ്ട് വെറും പാളികൾ എന്ന ചെമ്പ് പാളികൾ എന്ന് മാത്രം കൈപ്പടയിൽ എഴുതി കൃത്രിമ രേഖ ചമയ്ക്കുന്നതിൽ വലിയ ഗൂഢാലോചന ഉണ്ടായി എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങളാണ് എ പത്മകുമാർ അടക്കം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നവർ നേരിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ. അഭിലാൽ, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ അന്വേഷണം അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഈ എ പത്മകുമാറിൽ എത്തി. ഇനി ആരിലേക്കായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ചെല്ലുക? ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള അറസ്റ്റായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് തന്നെയാണ്. അതിനുശേഷം സ്വാഭാവികമായും അന്ന് ബോർഡിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്ന മറ്റ് 2 പേരുടെ കൂടി അന്വേഷണം എത്തിച്ചേരും. വൈകാതെ തന്നെ അവരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുകയും തുടർന്ന് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2019 കാലയളവിൽ 2018-19 കാലയളവിൽ ശങ്കർദാസ്, അതോടൊപ്പം തന്നെ വിജയകുമാർ എന്നിങ്ങനെ 2 അംഗങ്ങളാണ് ബോർഡിന്റെ ഭാഗമായിരുന്നവർ. അവർക്ക് കൂടി ഈ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും അടക്കം പങ്കുണ്ട് എന്നുള്ളതാണ് SIT നൽകിയിട്ടുള്ള രേഖകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് എ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ്. ഇതിൽ തന്നെ അത് സംബന്ധിച്ച് ചില സൂചനകൾ ഉണ്ട്. എന്തായാലും 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തു വിടുന്നതിനടക്കം ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദേവസ്വം ബോർഡിനും ശബരിമല ദേവസ്വത്തിനും വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ള ഈ ഇടപാടിൽ പ്രതികൾ അനധികൃതമായി സ്വത്ത് സമ്പാദനവും അതോടൊപ്പം തന്നെ ലാഭവും കൈക്കലാക്കി എന്നുള്ളതാണ് SITയുടെ ഇതുവരെയുള്ള കണ്ടെത്തൽ എന്നുള്ളതാണ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ശരി അഭിലാൽ. CK അഭിലാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.